നിൽക്കും. പറയും നമുക്ക് കൊന്നാലോ. നമ്മളുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ അത് പാടിപ്പോയി. വീഡിയോ ഇങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. അത് നമ്മൾ യൂട്യൂബിൽ ഇട്ടതായിരുന്നു. നമ്മൾ വീണ്ടും വന്നിട്ടാണ് ബാരീസ് പ്രിസൺ എസ്കേപ്പ്. ഓക്കെ, നമുക്ക് വേഗം തന്നെ സ്പീഡ് റൺ ഗെയിം പ്ലേ ആയി ചെയ്യാം. നമുക്ക് വേഗം ടോപ്പ് പൈപ്പിലോട്ട് ഓടണം. നമ്മൾ ഈസിയാണ്, മോഡ് ഈസിയാണ്. കാരണം എൻ്റെ ഈസി ഒരു വട്ടം ഫുള്ളായി കംപ്ലീറ്റ് ആക്കിയാലേ എനിക്ക് ഹാർഡ് ലെവലിലോട്ടേക്ക് എത്താൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഫുള്ളായി അത് കംപ്ലീറ്റ് ആക്കിയില്ല, കാരണം എനിക്ക് അതിന് സാധിച്ചില്ല. എൻ്റെ ഫോൺ എന്തോ പറ്റി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇനിയൊരു എപ്പിസോഡിൽ ഹാർഡുമായിട്ടാണ് കളിക്കുക. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ നോക്കാം. തുള്ളിക്കോ നമ്മൾ വീണ്ടും ഇവിടം വരെ എത്തി. നമുക്ക് ഈ ഒരു സ്പാൻഡറിങ് എടുക്കാം. ഈ സ്പാൻഡർ കൂടെ നമുക്ക് ഇത് അടിച്ചങ്ങ് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ ഈ 2 പൈപ്പിലോട്ട് താഴെത്തി. വീഡിയോ നമ്മളെ ബറി നിൽക്കുന്നുണ്ട്. ബറീനെ നമുക്ക് ഒരു പേടിയില്ല, നമ്മൾ ഓടിപ്പോയി അത് പോയി നമുക്ക് കൊല്ലാം. ഓക്കെ, ബറീനെ ഇന്ന് ഞാൻ കൊല്ലും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോട്. ബറി ഇങ്ങോട്ട് വാ. ബറീനെ അങ്ങോട്ടേക്ക്. നമുക്കിപ്പോൾ അവനെ കൊല്ലാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം. അതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്, സ്പീഡ് റൺ ഗെയിമിൽ. നമ്മളിവിടെ എത്തി. ഭാഗ്യം ഇവിടുന്ന് ചത്തില്ല നമ്മൾ. ഈ ജമ്പിൻ്റെ ബട്ടൺ കുറച്ച് വലുതാക്കാൻ എന്തെങ്കിലും ടിപ്പ് ആയിരിക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അത് നമുക്ക് ആവശ്യമാണ്. കാരണം ജമ്പ് നമുക്ക് അത്ര കിട്ടുന്നില്ല. പിന്നെ കീബോർഡ് മൗസും യൂസ് ചെയ്ത് ഈ റോബ്ലക്സിൻ്റെ ഈ ഒരു ഗെയിം പ്ലേ ചെയ്ത് നോക്കി. പക്ഷേ കീബോർഡ് മൗസ് യൂസ് ചെയ്ത് ഞാൻ വിചാരിച്ചോലൊന്നും എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. കാരണം അതിലെൻ്റെ മൗസ് വർക്കാവില്ല. മൗസിനെ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നില്ല. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ നമ്മൾ ബാത്റൂമിലെത്തി. ഇനി ഇവിടുന്ന് ഈ ഒരു ശവലെടുക്കണം. നമ്മളിവിടെ കുഴിച്ച് പോകണം. എത്തി. ഇവിടെ ലാവയാണ്. അയ്യോ, ഫസ്റ്റ് തന്നെ ലാവയിൽ പോയി ചത്തു. മൈൻക്രാഫ്റ്റിലെ ലാവ പോലെ ഉണ്ട്. വീണ്ടും ചത്തു. പറഞ്ഞ പോലെ ഈ ജമ്പ് വട്ടം എന്നൊരു സൈഡിലാണ് നോക്കി പോകുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യാം. അയ്യോ, ആടം വരെ എത്തിയിട്ട് നമ്മൾ വീണ്ടും ചത്തു. ഓക്കെ, നമ്മളെങ്ങനെ ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു പല പൊട്ടുന്നതാണ്. ഇവിടെയുള്ള ഏതോ ഒരു പല പൊട്ടും. ചേട്ടാ പൊട്ടി. അപ്പോൾ ഇനി നമുക്ക് അപ്പുറം കിടക്കാൻ അത് റീജനായാലേ ഞാൻ ഈ ഒരു കളിയിൽ ട്രാപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടുന്ന് വവ്വാലൊക്കെ പറക്കുന്നുണ്ട്. താഴെ മുകളിലാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഓടാം. ഓടി തുള്ളിയാണ് കയറാം. കല്ലിപ്പം വരും. അതാ കല്ല് വരും. ഭാഗ്യം കല്ല് അടിച്ചില്ല. ഓക്കെ, ഇനി അവിടെ എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, എൻ്റെ ഹാർഡ് ലെവലിൽ കളിക്കണമെന്നുള്ള ഒരു കമൻറ്റ് കൂടി ചെയ്യാം. അപ്പം നമ്മളിവിടെ എത്തി. ഇനി ഈ മണ്ടക്കോട്ട് കയറിയിട്ട് അവിടെ ഒരു ബട്ടണല്ല, ഇവിടെ ഒരു തടിയനുണ്ട്. അവനോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ ആദ്യം ഈ ഒരു സാധനം ഇവിടുന്ന് കറക്കണം. അതിനുശേഷം അവനെ മൈൻഡാക്കാൻ നമുക്ക് ഓടാം. ഓടിക്കോ. അവൻ പിന്നാലെ വരുന്നുണ്ട്. വെട്ടി തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോറി താഴെ കൊണ്ട് ചത്ത നമ്മൾ വീണ്ടും ഇവിടെയാണ് എത്തുക. ഇവിടെ വരെ വരണം. തുള്ളിക്കോ. ഇവിടുന്നാണ് ഇപ്പം ചത്തത്. ഓക്കെ, ഇവിടെ വരെ എത്തി. ഇത് വല്ലാത്തൊരു സ്റ്റെയർ തന്നെ. അതായത് പേതി മുറിച്ചിട്ട പോലെ ഉണ്ട്. അവൾ എയറിലൂടെ പറന്നൊക്കെ പോകുന്നു. നമുക്ക് റീജൻ നോക്കാം. നമുക്കും പോവാം. താണ് വരേണ്ടതാണ്. ഓക്കെ, നമുക്ക് നമുക്ക് ഒരു ഡ്രിങ്ക് കുടിക്കാം. അപ്പം നമുക്ക് എനർജി കിട്ടും. എൻ്റെ ഡ്രിങ്ക്. ഓക്കെ, നമുക്ക് സ്പീഡ് കിട്ടി. ഇനി ഇത് ഓടിക്കടക്കണം. ഓടിക്കോ. ഓക്കെ, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. നമുക്ക് ഈ മണ്ടക്കോട്ട് കയറിയിട്ട് അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ലാഡർ കൂടി കയറണം. നമുക്ക് അത് കൂടി കയറാം. ഓക്കെ, ഞാൻ കയറി പോകുന്നുണ്ട്. ഇത് മറ്റേ സ്ഥലം ഓർമ്മയുണ്ട്. ഇവിടെ സ്റ്റോറേജ് റൂമിൽ ഒരു ലാഡർ ഉണ്ടാവും. നമ്മളത് എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വേണം അതിൻ്റെ മണ്ടക്കോട്ട് കയറാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാമെന്നല്ല, ഈ ഒരു സ്റ്റേജിൽ നിന്ന് എസ്കേപ്പ് ആവാം. അതിന് വേണ്ടുന്ന ഒരു സംഭവമാണിത്. അത് നമ്മൾ ഇതിവിടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കയറി ഇത് ഓപ്പൺ ചെയ്ത്
നമ്മള് ഫസ്റ്റ് ട്രയൽ തന്നെ അത് ചെയ്തു. നമുക്ക് ഇവിടെ ഇത് മറ്റേ ഫാൻ ഇവിടുന്ന് തുള്ളി തുള്ളി പോയാൽ മതി. ഈ ഒരു ട്രിക്സ് ഇതൊരു ടിപ്പാണ്. ഇതാർക്കെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഓടുമ്പോൾ വളരെ സ്ലോ ആണ്. അപ്പം ഇങ്ങനെ തുള്ളി തുള്ളി പോകുകയാണെങ്കിൽ വളരെ സ്പീഡായിരിക്കും. പക്ഷേ മര്യാദ നല്ല കൺട്രോൾ വേണം. നമ്മളിവിടം വരെ എത്തി. ഓക്കെ, തുള്ളി തുള്ളി വരുമ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് അവിടം വരെ എത്താം. ഓക്കെ, ഇനി നമ്മൾ ഇതേതാണ് സ്റ്റേജ്? ഇത് മറ്റേ സ്റ്റേജ്. ഇവിടെ താഴെയായിട്ട് നിറച്ചും മുള്ളാണ്. അതിലൊന്നും തട്ടാതെ അപ്പുറത്തെ ഭാഗത്ത് എത്തണം. ഓക്കെ, ഇവിടുന്ന് കയറിക്കോ. ഇനി നമുക്ക് ഇതെന്താണ്? ഇവിടുന്ന് തന്നെ. ഓക്കെ, അങ്ങനെ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇനി ക്ലോസ് ദ വാൾസ്. ഇതൊക്കെ ഓർമ്മയില്ല. ഇതെന്തായിരുന്നു സംഭവം? ഇത് മറ്റേ പൈപ്പ് ഓഫ് ആക്കല്ലേ. ഇവിടെ ആയിട്ട് ഒരു പൈപ്പ് ഉണ്ട്. ഇതാദ്യം നമുക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഈ പൈപ്പുകളൊക്കെ ഓഫ് ആക്കുമ്പോൾ നമ്മളെ ഓരോ വാട്ടറായിട്ട് അടയാൻ തുടങ്ങും. അപ്പോൾ എല്ലാ വാട്ടറും അടഞ്ഞാൽ നമുക്ക് അതിലൂടെ പോവാം. അല്ലേ വാട്ടർ തട്ടിയിട്ട് നമ്മൾ ചാവും. നമ്മൾ 2 പൈപ്പ് കംപ്ലീറ്റ് ആക്കി. കൂടി എസ്കേപ്പ് ആവാം. നമ്മളതും കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇപ്പുറം. ഓക്കെ, ഓടിക്കോ. നമുക്ക് ഇതിങ്ങനെ ഷീൽഡ് പോലെ നമുക്ക് വെക്കാം. ഓക്കെ, ഷീൽഡായിട്ടും യൂസ് ചെയ്യാം. ഇതിനെ കൊണ്ട് ആരെങ്കിലും അടിച്ച് കൊല്ലും. ഞാൻ പ്ലെയർ കമ്പാറ്റ് ഇതിൽ ഓണാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് ആരെങ്കിലും അടിക്കാം. പക്ഷേ ഇപ്പം അധികം പ്ലെയേഴ്സൊന്നും എൻ്റെ കൂടെ ഇല്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് വേറെ രക്ഷപ്പെടാം. ആരും അടിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇത് മറ്റേ തുള്ളി തുള്ളി പോകണം. നേരത്തെ തന്നെ പോലെ തന്നെ ചെറിയൊരു സ്പീഡ് ഉണ്ടാവും. ഈ മഞ്ഞയിലെത്തുമ്പോൾ തുള്ളണം. അപ്പം നമുക്ക് കറക്റ്റായി അപ്പുറത്തേക്ക് ലാൻഡ് ആവാം. ഈ മഞ്ഞ സാധനത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അപ്പടെ നമ്മൾ തുള്ളണം. 2 വർഷത്തിന് ശേഷം ഞാൻ അവിടെ എത്തി. കുറേ നേരം കഷ്ടപ്പെടുന്നത്. നമ്മളിവിടെ എത്തി. എന്തിനാണ് ഈ ജയിലിൽ കൂട്ടിയിട്ട്? എന്നറിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ഗോയിങ് ടു ജയിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ എത്തി. എന്തു തെറ്റാ ചെയ്തതെന്ന് നമുക്കറിയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്ക് പറന്ന് പോയി കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിൻ്റെ മുകളിൽ അവർ കയറാൻ വിടില്ല. നമ്മളതിൻ്റെ കറക്റ്റ് ഇത് മറ്റേ കഫ്റ്റേരിയ. ആ തള്ളച്ചി, ഒരു പാനും പിടിച്ചുകൊണ്ടിരിക്കുന്ന തള്ളച്ചിയിൽ ഇവരെ നമ്മൾ കൊല്ലണം. അവിടെയായിട്ട് ഒരു ഫുഡ് ദൂക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എടുത്തിട്ട് നമ്മൾ എൻ്റെ മേത്തേക്ക് എന്തോ പറഞ്ഞാൽ അപ്പം എൻ്റെ സ്പീഡ് കുറഞ്ഞു. കൊടുക്കുക അതെടുത്തോ. ആ തള്ളച്ചി നമുക്ക് വടിവെച്ച് കൊല്ലുമ്പോൾ ഇത് വടിവെക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരും ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും വായിൽ ഉന്തി കയറ്റും. ആരെങ്കിലും ഇങ്ങോട്ട് പോകാൻ എൻ്റെ അടുത്ത് ഫുഡ് ഉണ്ട്. പഴം വായിൽ ഇത് മറ്റേ സാധനം, ആ സ്ലൈഡ്, വാട്ടർ സ്ലൈഡ് പോലത്തെ. ഇപ്പം ഞാനിതുണ്ടാവും എയറിലോട്ട് പറന്ന് പോകും. എൻ്റെ ശരീരമൊക്കെ നോക്കി എടുത്ത് എറിഞ്ഞ് ഒടിഞ്ഞ പോലെ ഉണ്ട്. നമ്മളുടെ ലാൻഡായി. ഫുഡ് സൂക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പഴവും കൈതച്ചക്കയൊക്കെ വെച്ചാണ് ഇവർ അറിയുന്നത്. ഓക്കെ, ഈ ഫുഡ് സൂക്ക് വെച്ചതിന് ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരു സാധനത്തിന് നമ്മൾ കൊല്ലേണ്ടത്. ഇത് അടുത്ത സ്റ്റേജ്. ഇത് മറ്റേ ലേസർ. ഇത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു മറ്റേ ആ കുരിപ്പ്, ആ വലിയ സാധനം തന്നെ ഒരു ബോഡി രക്ഷപ്പെടാലോ. ഓക്കെ, ഇതിൽ കുറേ ഗെയിംസ് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ നെക്സ്റ്റ് ഹാർഡ് ലെവൽ നമ്മൾ കളിക്കും. ഓക്കെ, നമ്മളെ ഹിന്ദി ഇങ്ങോട്ടേക്കാക്കി. ഇതിന് ആ ഫൈനൽ ബോസിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇത് മറ്റേ സംഭവം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മെറ്റൽ പ്ലാങ്ക്സ് ഉണ്ടാവും. നമ്മൾ അത് എടുത്തിട്ട് അവിടെ ക്രോസായി വെച്ചതിന് ശേഷം അപ്പുറം കടക്കണം. ഈ ഒരു മെറ്റൽ പ്ലാങ്ക്സ് ഇങ്ങനെ എടുക്കാം. ഇത് കറക്റ്റ് മെഷർ ചെയ്ത് വെക്കുക. ഇനി ഇവിടെയും കൂടി അതേപോലെ വെക്കണം. ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ ഫൈനൽ ബോസിൻ്റെ അടുത്തേക്ക് നമ്മളിതാ പോവുകയാണ്. ഫുഡ് സൂക്ക് എടുത്തിട്ട് തടിയനെ പോയി തോർത്താം. നമുക്കങ്ങനെ പേടി പയം വെച്ച് ഞാൻ ഇങ്ങോട്ട് ബർഗറൊക്കെ ഇതിൻ്റെ 2 കൈ നമ്മൾ ഓർമ്മ വെക്കണം. അപ്പോൾ നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് നാലാമത്തെ കറി മൈൻക്രാഫ്റ്റ് ബോർഡാണ്. തടിയൊന്നും കൂടി കൊല്ലും. നമുക്ക് 400 റുപ്യേനും എൻ്റെ അടുത്തുള്ളൂ. ഇപ്പം കുറേ പൈസ കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ബറി അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ബറിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു വണ്ടി ഉണ്ടാവും. ഈ വണ്ടിയിൽ കയറി നമ്മൾ എങ്ങോട്ടോ പോകണം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് എസ്കേപ്പ് ചെയ്തത്.
പിന്നെ ഞാനൊരു പോലീസായിട്ടാണ് വരാൻ പോകുന്നത്. നമുക്ക് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വരാം. ഇവിടെ ഇനി ആ ബറി ഉണ്ടാവും. നമുക്ക് ലാഡറിന് എടുക്കാം. നമുക്ക് കറക്റ്റ് ഈ ലാഡർ ഇതിലൂടെ കൊണ്ടുവരണം. നമ്മളിത് തുറക്കണം. അപ്പോൾ ഇപ്പുറത്തോട്ട് നമുക്കത് കൊണ്ടുപോകാം. ഇനി ഇവിടെ എങ്ങനെ ബറി വന്നിട്ട് കൊന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ബറി എപ്പാണ് വരാമെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും മുകളിലോട്ടേക്ക് കയറാം. നമ്മളിതാ വീണ്ടും ഇവിടെ എത്തി. ഇനിയും മുകളിലോട്ട് കയറി നമുക്കൊരു ഹെലികോപ്റ്റർ കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ ഗായ്സ്, നമ്മളിതാ ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തിക്കുകയാണ്. നമുക്കെന്നെ അറിയില്ല ഞാനത്. ഓക്കെ, ഇനി നമ്മളിതാ ഒരു പോലീസായി. നമുക്ക് പ്ലേയേഴ്സിനൊക്കെ ക്യാച്ച് ചെയ്യണം ഈ സാധനമൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് പോയാൽ ഇതാ വലിയൊരു റോക്കറ്റ് കാണാം. ഈ റോക്കറ്റിൽ കയറി ആരും അറിയാതെ ഈ ജോബ് ഈ ഒരു എപ്പിസോഡ് ഇത്രയുള്ള അടുത്ത എപ്പിസോഡിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ.